സാധാരണ സ്ത്രീകളിൽ കാണുന്ന മറ്റൊരു ആരോഗ്യ പ്രശ്നമാണ് അബ്നോർമൽ ബ്ലീഡിംഗ്. ഈ വിഷയമാണ് ഇന്ന് മെഡിട്രാക്ക് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് പ്രേക്ഷകരോട് സംസാരിക്കുന്നത് മാംഗ്ലൂർ യൂണിറ്റി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഷാരൻ ആണ്. മാം, വെൽക്കം. താങ്ക് യു. മാം, സ്ത്രീകൾക്കുണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും. എന്നാൽ ചിലപ്പോൾ ഇഗ്നോർ ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ വേണ്ടത്ര കെയർ ചെയ്യാത്തതുമായോ മറ്റൊരു ആരോഗ്യ പ്രശ്നമാണ് അബ്നോർമൽ ബ്ലീഡിങ്. നമുക്ക് ഈ വിഷയം ഒന്ന് പ്രേക്ഷകർക്ക് കൊണ്ട് ഡിസ്കസ് ചെയ്യാവുന്ന ഡീറ്റെയിൽ, അതായത് ഈ അബ്നോർമൽ ബ്ലീഡിങ്ങിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ചികിത്സാ രീതികൾ, അതിൻ്റെ മറ്റ് എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ മെഡിട്രാക്കിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആക്ച്വലി വാട്ട് ഈസ് അബ്നോർമൽ ബ്ലീഡിങ്? അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് ആണ് നമ്മളെ മെഡിക്കൽ ടെർമിനോളജി, AUB എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിനു മുമ്പിൽ നമ്മൾ നോർമൽ ബ്ലീഡിംഗ് എന്താണ് നമ്മൾ ആദ്യം കണ്ട് അറിയണം. സോ നോർമൽ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ബൈ ദ ഏജ് ഓഫ് ഒരു 12 years 13 years ആകുമ്പോഴത്തേക്കും മിനിമം. ഓക്കെ, ഇപ്പം കുട്ടികൾക്ക് വേഗവും ആണെന്നുണ്ട് മെൻസസ്, മേ ബി 9, 10, 9, 10 സോ ആ ഏജിൽ തൊട്ട് മെനോപോസ്, അതായത് നിൽക്കുന്ന വരെ ഉള്ള ബ്ലീഡിങ് ഷുഡ് ബി നോർമൽ. നോർമൽ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ മാസം കറക്റ്റായിട്ട് ബ്ലീഡിങ് വരണം. ഡേറ്റ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഡേറ്റ് കറക്റ്റിൽ അതിന് തന്നെ വേണം, അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 21 to 35, 21 തൊട്ട് 35 ദിവസം വരെയുള്ള സൈക്കിളാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, 21 to 24 days to 35 ദിവസം. അപ്പം ഈ മാസം 2ാം തീയതി വന്നാൽ അടുത്ത മാസം 2ാം തീയതി തന്നെ വന്നിട്ടില്ലെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് അബ്നോർമൽ. ഓക്കെ, സോ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്തിട്ട് 21 മുതൽ 35 ദിവസം വരെയുള്ള സൈക്കിളാണ് നോർമൽ. ഓക്കെ, സോ ഇഫ് ഇറ്റ് ഇസ് 21 അല്ലെങ്കിൽ 23 ദിവസം ലെസ് ആണെങ്കിൽ abnormal. If it is beyond 35, അതായത് 35 ദിവസം കൂടുവാണെങ്കിൽ abnormal. Okay, that is one. Second is എത്ര ദിവസമാണ് ബ്ലീഡിങ് വരുന്നത്. അതായത് നോർമൽ എവറി വുമൺ ഷുഡ് ബ്ലീഡ് ഫോർ അറ്റ്ലീസ്റ്റ് ഒരു 2-3 ദിവസം മിനിമം, 2 ദിവസം മിനിമം ടു 7 ദിവസം, 7 days. Okay, if it is beyond 7 days and if it is less than 2 days ആണെങ്കിൽ again that is abnormal. Okay, next quantity. അതായത് ഇഫ് ദ ബ്ലീഡിങ് ഇസ് സിവിയർ, അതായത് ഒരു സ്ത്രീക്ക് ഇരിക്കാൻ പറ്റില്ല, പാഡ് ചെയ്തുകൊണ്ടിരിക്കും, രാത്രി കിടന്നിട്ടും ഒരു 2-3 പ്രാവശ്യം പാഡ് ചേഞ്ച് ചെയ്യണം, കട്ടകട്ടയായിട്ട്. ഈ അബ്നോർമൽ ബ്ലീഡിങ്ങിൻ്റെ ആ കേസ് വരുന്ന സമയത്ത് ഈ പാഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പെർ ഡേ ഹൗ മെനി ടൈംസ് മോർ ദാൻ, അത് ഇത്ര കൂടുതൽ ചേഞ്ച് ചെയ്യുന്നതാണ് അബ്നോർമൽ ബ്ലീഡിംഗ്, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടോ? ഇല്ല, നമ്പർ ഓഫ് പാഡ്സ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പം ചില ആൾക്കാർ കുറച്ച് ബ്ലീഡിംഗ് ആയാലും നമ്പർ ഓഫ് പാഡ്സ് ചേഞ്ച് ചെയ്യും. സോ ഇറ്റ് ഇസ് നമ്മൾ പെർ പാഡ്സിന്റെ ഇഫ് ഇറ്റ് ഇസ് വെരി സിവിയർ, അതായത് ഫുൾ സോക്ഡ് വിത്ത് ക്ലോട്ട്സ്, ഇഫ് യു ആർ പ്ലാനിങ് ടു ചേഞ്ച് ബിഫോർ 4 hours, then it is severe. Okay, പക്ഷേ ഫസ്റ്റ് ഡേ മാക്സിമം അപ് ടു സെക്കൻഡ് ഡേ ഇഫ് ഇറ്റ് ഇസ് കുറച്ച് കൂടുതലാണെങ്കിൽ ഇറ്റ് ഇസ് നോർമൽ. ബട്ട് ഇഫ് ഇറ്റ് ഇസ് സിവിയർ, അതായത് യു ആർ ബ്ലീഡിങ് ഈവൻ ആഫ്റ്റർ 7 days, അങ്ങനെയാണെങ്കിൽ ദെൻ ഇറ്റ് ഇസ് അബ്നോർമൽ. സോ ഈ കാറ്റഗറിയിൽ നോക്കുമ്പോഴാണ് നമ്മൾ അബ്നോർമൽ എന്ന് പറയുന്നത്. ഇപ്പം മാം സൂചിപ്പിച്ചു, ഇപ്പം ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അബ്നോർമൽ ബ്ലീഡിംഗ് ഉണ്ടോ? ഇപ്പം നമ്മൾ അങ്ങനെ ആ രീതിയിലേക്ക് ഡിസ്കഷൻ പോവുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ഏജ് വൈസ് ഇപ്പം മാം സൂചിപ്പിക്കുകയുണ്ടായി, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അബ്നോർമൽ ബ്ലീഡിംഗ് അത് ഏതൊക്കെയാണ്? അതെ, ഇപ്പം അബ്നോർമൽ ബ്ലീഡിംഗ് വേറെ ഡിഫറെൻറ്റ് റീസൺസ് കാരണവശാൽ ഉണ്ടാവും. ഓക്കെ, അല്ല നമുക്ക് അതിൻ്റെ റീസണിലേക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരാം. പക്ഷേ കണ്ടിന്യൂ. അല്ല, കോസസ് ആണോ ചോദിക്കുന്നത്? അതെ, നമ്മുടെ ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ അതന്നെ abnormal type of bleeding എന്ന് പറഞ്ഞാൽ there is no particular category എന്ന് വെച്ചാൽ what is a cause ആണ് നമ്മൾ പോകുന്നത്. അതായത് ഈ യൂട്രസിൻ്റെ യൂട്രസിൻ്റെ കാരണം, അല്ലെങ്കിൽ അണ്ടാശത്തിൻ്റെ എന്തെങ്കിലും, അത് ലോക്കൽ, അതായത് എന്തെങ്കിലും മുറിവ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സോ അങ്ങനെ ആയിട്ട് നമ്മളാണ് കാറ്റഗറൈസ് ചെയ്തിട്ട് അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്. ഇപ്പം കൂടുതലായിട്ട് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നതാണ് ഹോർമോണിൻ്റെ വ്യത്യാസമായിട്ട്. ഓക്കെ, മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത് അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് ഇസ് ഹോർമോണൽ. അത് ഇപ്പം എല്ലാവരും കേട്ട് വരുന്നതാണ് ഈ PCOD, അതായത് പോളിസിസ്റ്റിക് ഓവറീസ്, അതായത് ഈ അണ്ടാശത്തിൽ ചെറിയ ചെറിയ സിസ്റ്റുകൾ ഉണ്ടാവും. സോ അതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺസ് ഫോർ അബ്നോർമൽ. അതായത് ബ്ലീഡിങ് വരില്ല, വന്നെങ്കിലും കൂടുതലുണ്ടാവും. സോ അത് ഒരു റീസൺ. നെക്സ്റ്റ് കോസസ് എന്ന് പറഞ്ഞാൽ പോളിപ്പ് എന്ന് പറയും നമ്മൾ. പോളിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലഷി ഇറച്ചി പോലെ സാധനം യൂട്രസ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബ്നോർമൽ. അതുകൊണ്ട് ബ്ലീഡിങ് ഉണ്ടാവും. അല്ലെങ്കിൽ
യൂട്രസിൽ ഫൈബ്രോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഫൈബ്രോയിഡ്സ് ഇസ് ബിനൈൻ ക്യാൻസർ അല്ല, ഒരു ട്യൂമറാണ്. ഓക്കെ, സോ ദാറ്റ് ക്യാൻ കോസ് ബ്ലീഡിങ്. അല്ലെങ്കിൽ അണ്ടാശയത്തിൽ സിസ്റ്റ് ഉണ്ടാവും, അതായത് ചോക്ലേറ്റ് സിസ്റ്റോ എൻഡോമെട്രോട്ടിക് സിസ്റ്റ് അതെന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിസ്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഡിനോമയോസിസ്, അതായത് യൂട്രസിനെ കട്ടി ഇങ്ങനെ കൂടിയിട്ട് അത്, അല്ലെങ്കിൽ ഇത് യൂട്രസിൻ്റെ ഓപ്പണിങ്, അതായത് സെർവിക്സ് എന്ന് വരുന്നത്, അതിൽ നിന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന ബ്ലീഡിങ്, അല്ലെങ്കിൽ ലോക്കൽ കോസസ്. അങ്ങനെയാണ് നമ്മൾ ഈ കോമൺ മെയിൻ കോസസ് ആയിട്ട്. ഇപ്പം പിന്നെ നമ്മൾ ഏജ് ഗ്രൂപ്പ് വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ന ഏജ് പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലാണ് ഒരു ബ്ലീഡിങ് അങ്ങനെയുണ്ട്, അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. അതെ, ഏജ് ഗ്രൂപ്പിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ എഡോലസെൻ്റ് എന്ന് പറയും. എഡോലസെൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ, ലൈക്ക് അറൗണ്ട് 12 years to 15-16 years ആണ് നമ്മൾ എഡോലസെൻ്റ് ഏജ്. അപ്പോൾ അവരുടെ ബ്ലീഡിങ് കാരണങ്ങൾ വേരിയസ് കോസസ് ആയിരിക്കും. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മളിപ്പം കണ്ടത് ഹോർമോൺ റീസൺസ്, ഹോർമോൺ ചേഞ്ചസ്. ഇത് ഇസ് ബിക്കോസ് ഓഫ് വെയിറ്റ് ഗെയിൻ, വിച്ച് ഇസ് വെരി വെരി കോമൺ. ഇപ്പോൾ നമ്മൾ എല്ലാ കുട്ടികളും വി സി ആർ ഓവർ വെയ്റ്റ്. ഓക്കെ, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, ഈറ്റിംഗ് ഓൾവേസ് ജങ്ക് ഫുഡ്, ഓയിലി, വീട്ടിൽ തന്നെ ഓയിൽ ഫുഡ്, ദിസ് സ്വീറ്റ്സ് ഓർഡറിങ്. അപ്പോൾ അങ്ങനത്തെ സ്ട്രെസ്, ഇവർ കുട്ടികൾക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്ട്രെസ് എടുക്കാനുമല്ല, എന്ത് എക്സാം ഉണ്ടെങ്കിലും ദേ ഹാവ് എബ്നോർമൽ ഇത്, ഓൾ ഹോർമോൺ ലൈക്ക് തൈറോയിഡ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ ഇനി ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടോയെന്ന്, അത് വെരി റെയർ, ബട്ട് അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. നെക്സ്റ്റ് ഇസ് ടി ബി, ട്യൂബർക്ലോസിസ് ഓഫ് ദ ഇതെന്ന് പറയും. അപ്പോൾ അത് എല്ലാം നോക്കിയിട്ട് ലാസ്റ്റ് അതും കൂടി ഒന്ന് നോക്കട്ടെ. ദാറ്റ് ഈസ് അബൌട്ട് ആ ചെറിയ ഏജ് ഗ്രൂപ്പിൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഏജ് ഗ്രൂപ്പാണ് റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, അതായത് ഫ്രം ദ ഏജ് ഓഫ് 18 to 45. അപ്പം അത് സെയിം അഗെയിൻ ഹോർമോണൽ വേരിയേഷൻസ് ഓർ പ്രഗ്നൻസി റിലേറ്റഡ് കണ്ടീഷൻസ്, അങ്ങനത്തെ ബ്ലീഡിങ് വരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഓൾ അതർ കോസസ്, ഫൈബ്രോയിഡ്, സിസ്റ്റ്സ്, അതൊക്കെയാണ് അത്. പിന്നെ ലാസ്റ്റ് അറ്റ് ഏജ് ഓഫ് 45 അത് നിൽക്കാൻ പോകുമ്പോൾ യൂഷ്വലി ആണ് മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് നമുക്ക് വരുന്നത്. അവിടെ മെഡിക്കൽ റീസൺസ് വരാം. ഈ പറയുന്ന ഹയർ ഏജ് ഗ്രൂപ്പിലേക്ക് വരുന്ന സമയത്ത് അതർ മെഡിക്കൽ റിലേറ്റഡ് ഡിസീസസ് ഇതിനൊരു കാരണമാകുന്ന മെഡിക്കൽ കണ്ടീഷൻസും ഉണ്ട്. ലൈക്ക് ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലിവർ എബ്നോർമാലിറ്റീസ്, ലിവർ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ, ഓർ ഇഫ് യു ആർ ഹാവിങ് കിഡ്നി ലോഡോസ് വൺ ഡയാലിസിസ് ഓർ കിഡ്നി പ്രോബ്ലംസ്, ഷുഗർ ഒക്കെ ഉള്ളവർക്ക്, അങ്ങനത്തെവർക്ക് ബിക്കോസ് ദർ ഓൾ ലിവർ ആണല്ലോ നമ്മുടെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പം അവിടെ നിന്ന് നമുക്ക് എബ്നോർമൽ ബ്ലീഡിങ് വരാൻ നല്ല ചാൻസ്. ഓർ ഓൺ മെഡിക്കേഷൻ സർട്ടൻ ലൈക്ക് ഈ ഹോർമോൺസ് ലൈക്ക് പിൽസ്, നമ്മൾ ഹോർമോണൽ ഓസി പിൽസ് എന്ന് പറയും, കോൺട്രസെപ്റ്റീവ് പിൽസ്, അതൊക്കെ എടുക്കുന്നവർ. സോ അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ കോൺട്രസെപ്റ്റീവ് മെഡിസിൻ യൂസ് ചെയ്യുന്നവർക്ക് ഒരു റീസൺ ആണോ ഇത് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് അവരിത് ഫേസ് ചെയ്യാനുള്ള ഒരു അല്ല, ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽ നമ്മൾ കൊടുക്കുന്നത് ഈസ് ടു റെഗുലറൈസ് പീരിയഡ്സ് ആണ്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ എ കറക്റ്റ് വേ, നമ്മൾ ഡോക്ടർ പറയുന്ന പോലെ കറക്റ്റ്, അതായത് എപ്പോൾ വേണമെങ്കിലും എടുക്കുക, അപ്പോൾ നിർത്തുക, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് മിഡിൽ സ്പോട്ടിങ്, ബ്ലീഡിങ് അങ്ങനെയൊക്കെ വരും. അതർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ദീസ് ഡേയ്സ് യങ്സ്റ്റേഴ്സ് എടുക്കുന്നത് ഐപിൽ ആണ്. ഐപിൽ ഇസ് നോൺ ഫോർ കോസിങ് എബ്നോർമൽ ബ്ലീഡിങ്. ഇപ്പം യങ്സ്റ്റേഴ്സിന് ആദ്യം ഒന്നും അറിയില്ല, ദേ ഡോണ്ട് നോ ദ സൈഡ് എഫക്ട്സ്, അവർ ജസ്റ്റ് എടുക്കും, they will think bleeding varum, but that eye pill can completely change your hormonals. Okay, appo ella cycles ellam it will become abnormal for the next few months. So that is one of the adu ignorance konda endukondaയിരിക്കും ignorance, it is complete ignorance. avarku because nammal verumba nammal avarthe choyikkum, appo avarku ariyilla, they thinking avare vicharikunathu oru guliga edukkuva kai it is done, pinonnilla, no pregnancy, you are safe. Shalla it causes so much of hormonal changes. Adu sometimes patient don't bleed, they will come eduthavvarum pregnant ആവുന്നുണ്ട്. See ma'am, any other medical reasons നമുക്കിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിനപ്പുറത്ത് വേറെ ഏതെങ്കിലും മെഡിക്കൽ റീസൺസ് ഉണ്ടോ ഈ അബ്നോർമൽ ബ്ലീഡിങ്ങിൽ? അതാണ് ഞാൻ പറഞ്ഞത്. വൺ ഇസ് ലിവർ abnormalities അല്ലെങ്കിൽ കിഡ്നി അല്ലെങ്കിൽ ഓർ എനി അതർ മെഡിക്കേഷൻസ് ലൈക്ക് സൈക്കാട്രിക് മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്നവർക്ക് ഇറ്റ് ക്യാൻ കോസ് ദിസ് ദിസ് അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്. അല്ലെങ്കിൽ ഡിഫക്റ്റ് ഇൻ ബ്ലീഡിങ്, ക്വാഗ്ലോപ്പത്തി എന്ന് പറയും നമ്മൾ, ബ്ലീഡിങ് ഡിഫക്ട്സ് ഉള്ളവർക്ക്. സോ these are some of the other causes. ഈ അബ്നോർമൽ ബ്ലീഡിങ്ങിൽ സാധാരണ അല്ലെങ്കിൽ ആ ലേഡീസിന് പിന്നീട് പ്രഗ്നൻസി സ്റ്റേജിൽ എന്തെങ്കിലും റിസ്ക് ഫാക്ടർ വരുന്നുണ്ടോ? Yeah, it depends upon what is the condition. In case നമുക്ക്
ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ ഫൈബ്രോയിഡ് ഉള്ളവർക്ക് മേ ബി ഇറ്റ് ക്യാൻ കോസ് റിസ്ക് ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ്, പൊസിഷൻ, എവിടെയാണ് ഫൈബ്രോയിഡ് ഉള്ളതെന്ന് വെച്ചാൽ. What kind of risk factor they will face later? അത് ലേറ്റർ അല്ല, ഡ്യൂറിങ് പ്രഗ്നൻസി അല്ല. ഡ്യൂറിങ് പ്രഗ്നൻസി ദേ ക്യാൻ ഐദർ ഹാവ് അബോർഷൻസ് ഓർ ദേ ക്യാൻ ഹാവ് ഏർലി ഡെലിവറി, പ്രീ ടേം ഡെലിവറി, അതായത് ഡേറ്റിന് 7 മാസത്തിൽ 6 മാസത്തിൽ തന്നെ അവർ ഡെലിവറി ആവും. ഓക്കെ, ഓർ ആഫ്റ്റർ ഡെലിവറി ദേ ക്യാൻ ഹാവ് സിവിയർ ബ്ലീഡിങ്, ഓക്കെ, ഇൻഫെക്ഷൻ വരാൻ ചാൻസസ് ഉണ്ട്. സോ അതൊക്കെയാണ് ഫൈബ്രോയിഡ് ഒക്കെ ഉള്ളവർ. പിന്നെ വേറെ എബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് ഉള്ളവർക്ക് മേ ബി ഇറ്റ് മൈറ്റ് ബി ഡിഫിക്കൽട്ട് ടു കൺസീവ്, പ്രഗ്നന്റ് ആവാൻ തന്നെ ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ വിൽ ഹാവ് ടു സീ വാട്ട് ഇസ് ദ റീസൺ ആൻഡ് അക്കോർഡിംഗ്ലി ട്രീറ്റ്. കാരണം അവിടെ അണ്ടാശ ഓവുലേഷൻ ആൻഡ് ഓൾ മേ നോട്ട് ബി കറക്റ്റ്. സോ അതൊരു പ്രോബ്ലം വരും. These are the general risks വരുന്നത്. അതിന് അത്ര ഞാൻ നേരത്തെ ഈ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ, അതായത് കുറച്ച് മെനോപോസിലേക്ക് പോകുന്ന ആ ലേഡീസിന്, ആ സ്ത്രീകൾക്ക് ഈ പറയുന്ന റിസ്ക് ഫാക്ടേഴ്സ് കൂടുന്നുണ്ട്. അത് അതർ ഡിസീസിലേക്ക്, അതായത് ഈ പിന്നെ ഓവർ ബ്ലീഡിങ്, ഈ എക്സസ് ബ്ലീഡിങ് അതർ ഡിസീസിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ? ഓവർ ബ്ലീഡിങ് ക്യാൻ ലീഡ് ടു ബ്ലഡ് കുറയാം, അനീമിയ. സോ ദേ ക്യാൻ ബിക്കം സിവിയർ അനീമിക്, ബ്ലഡ് കുറേ പോയിട്ട് ഷീ ക്യാൻ ബിക്കം വീക്ക്, പിന്നെ ബ്ലഡ് കയറ്റേണ്ടി വരും, അങ്ങനെയൊക്കെ. ഓക്കെ, ഫൈബ്രോയിഡ്സ് ക്യാൻ നോട്ട് ബിക്കം ക്യാൻസർ, വെരി വെരി റെയർ ആണ് ഫൈബ്രോയിഡ്സ്, വെരി വെരി റെയർ ആണ്. ഓക്കെ, 0.101% അങ്ങനെയാണ്. അല്ലെങ്കിൽ പോളിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞത്, ദാറ്റ് ക്യാൻ ബിക്കം ക്യാൻസറസ്. സോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇസ് ഓക്കെ, ഇറ്റ്സ് മാനേജബിൾ. അത് നമ്മൾ മാം ഇപ്പോൾ സൂചിപ്പിച്ച പോളിപ്പ്, ഇതൊക്കെ നമുക്ക് ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഓപ്ഷൻ എന്തായിരിക്കും? ഏർലി ഡിറ്റക്ഷൻ പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് വിമൻ ആഫ്റ്റർ ദ ഏജ് ഓഫ് 40 ആകുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് നിങ്ങളെ ഗൈനക്കോളജിസ്റ്റ് വൺസ് എ ഇയർ പോകും. ഓക്കെ, ജനറൽ ചെക്കപ്പ്, ഫോർ ഗൈനക്കോളജിക്കൽ ചെക്കപ്പ്, ലൈക്ക് മേ ബി ബ്രസ്റ്റ് എക്സാമിനേഷൻ, മാമോഗ്രാം to look for detect for cancer. Three പേര് after 40 mammogram. പാപ് സ്മിയർ ടെസ്റ്റ്, അതായത് അണ്ടാശത്തിൽ അല്ല സോറി സെർവിക്സ്, അത് ഗർഭകോശത്തിൻ്റെ വായ നമ്മൾ സെർവിക്സ് പറയും, അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ക്യാൻസർ സെർവിക്സ്. ദെൻ അൾട്രാസൗണ്ട്, നോർമൽ അൾട്രാസൗണ്ട് ചെയ്തിട്ട് നോക്കുക. സോ നമുക്ക് അതിൽ തന്നെ ചെറുതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ വി ക്യാൻ അവർക്ക് പറഞ്ഞുതരാം. ഓക്കെ, ദിസ് ഇസ് എ പ്രോബ്ലം, ബി കെയർഫുൾ, അല്ലെങ്കിൽ നമ്മൾ ഇത്ര ആഫ്റ്റർ 1 year യു ഷുഡ് കം ഫോർ ഫോളോ അപ്പ്, അങ്ങനെ. സോ everything is better prevented than later വരുന്ന option after 40 better to choose that option. Even sugar test, even sugar, അതിൽ കൂടുതൽ ഷുഗർ ടെസ്റ്റും വേണം, തൈറോയിഡ് ടെസ്റ്റും വേണം, all this basic test. Okay. See how to diagnose this one, or ഈ എക്സസ് ബ്ലീഡിങ് നമ്മളിപ്പം പറഞ്ഞല്ലോ, ഈ ബ്ലീഡിങ്ങിന് നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതിനപ്പുറം അതിനു മുന്നേ ഇത് എങ്ങനെയൊക്കെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? ഡയഗ്നോസ് ചെയ്യുന്നത് patient comes to us saying that particular abnormal കൂടുതലായിട്ട് examination only. No, what are the any other diagnostic test for this one? Diagnostic test first is examine the patient, നോക്കുക where the blood is less. Then next simple blood test like we do hormonal test like thyroid, നോക്കുക, or blood count ചെയ്തിട്ട് നോക്കുക if there is any underlying anything. പിന്നെ ബാക്കി ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ സ്കാനിങ് ചെയ്തത്, those are the test, scanning, pap smear test, അതൊക്കെയാണ് നമ്മൾ യൂഷ്വൽ ചെയ്യുന്ന ടെസ്റ്റ്. ഇവിടെ സിവിയർലി അബ്നോർമൽ നമ്മൾ ചെയ്യുന്നത് സംതിങ് കോൾഡ് എസ് DNC ഓർ പിപ്പൽ ബയോപ്സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യും. അത് നമ്മൾ OPD-യിൽ തന്നെ ഒരു ജസ്റ്റ് വി പുൾ ഔട്ട് ദ ഗർഭകോശ വായിലുള്ള സെൽസ് നമ്മൾ എടുത്തിട്ട് ലാബിലേക്ക് അയക്കും ആൻഡ് വി സി എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ ഓർ വെദർ ദർ ഇസ് എനി പ്രോബബിലിറ്റി ഓഫ് ഷീ ഗോയിങ് ഫോർ ക്യാൻസർ, അങ്ങനെയൊക്കെ. So that is one test. അതായത് സിവിയർ കണ്ടീഷനിൽ if you feel it is irregular, abnormal ആണെങ്കിൽ then we do that. മാമിൻ്റെ OPD-യിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഈ അബ്നോർമൽ ബ്ലീഡിങ്ങിൻ്റെ നമ്പർ ഓഫ് പേഷ്യൻസ് ഇൻക്രീസ് ആവുന്നുണ്ടോ? യെസ്, നമ്പർ ഓഫ് പേഷ്യൻസ് ആർ ഇൻക്രീസ്, എസ്പെഷ്യലി ആഫ്റ്റർ ദ ഏജ് ഓഫ് 45 ആണെങ്കിൽ നമുക്ക് നല്ല പേഷ്യൻസ് ആണ്. ബിക്കോസ് എവറിബഡി മോസ്റ്റ് ഓഫ് ദം കംസ് വിത്ത് ദിസ് പ്രോബ്ലം ഇസ് അബ്നോർമൽ യൂട്രൈൻ, ബട്ട് ദാറ്റ് ഇസ് കോമൺ മോസ്റ്റ് ഓഫ് ദ ടൈം. ഇറ്റ് ഇസ് കോമൺ ആഫ്റ്റർ 45 ബിക്കോസ് മെനോപോസ് ആകുമ്പോഴത്തേക്കും ഇറഗുലർ ബ്ലീഡിങ് 2 മാസം ഉണ്ടാവില്ല, എക്സസീവ് ബ്ലീഡിങ്, ഇറ്റ് ഇസ് കോമൺ. ബട്ട് നമ്മൾ എല്ലാ പേഷ്യൻറ്റിനും കോമൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. ബിക്കോസ് മേ ബി ഇൻ 30 പേഷ്യൻസ് മേ ബി 1 patient ക്യാൻ ഗോ ഇൻ ടു സംതിങ് കോൾഡ് എസ് endometrial cancer, അങ്ങനെ. സോ അങ്ങനെ ഉള്ളവർക്ക് വി ഹാവ് ടു സീ ഫോർ അൾട്രാസൗണ്ട്, വി ഹാവ് ടു ഡു സംതിങ് കോൾഡ് എസ് DNC. ഓക്കെ ആണെങ്കിൽ we leave them, we tell them come for follow up, like നമ്മൾ ഹോർമോൺ ടാബ്ലറ്റ്സ് എന്തെങ്കിലും കൊടുക്കും for 3 months or 6 months and tell them to come for follow up. But most of the time it will be എന്താ വെച്ചാൽ when you are entering menopause, അതായത് ലാസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് abnormality വരും.
But if it is severe bleeding, you can have blood കുറയും. 7 grams, 6 grams ഒക്കെ വരുന്ന പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് പിന്നെയാണ് വരുന്നത്. പിന്നെ ബ്ലഡ് കയറ്റണം. അങ്ങനത്തെ ഉള്ള പേഷ്യൻറ്റിന് then we have to take real. മാം, ഇതൊരു അതായത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്, നാച്ചുറൽ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഒരു ഗൈനക് ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല എന്ന് പേഷ്യൻ്റ് അല്ലെങ്കിൽ അവർ സ്വയം തീരുമാനിക്കുകയോ അല്ലെങ്കിൽ സ്വയം അങ്ങനെ ഒരു ഡിസിഷൻ പിന്നീട് അതൊരു കോംപ്ലിക്കേഷൻ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് അറൌണ്ട് ദാറ്റ് 44-45 ഉള്ളവരെ അങ്ങനെ പറയുമ്പോൾ അവർ പറയും ഇല്ല അമ്മ പറഞ്ഞു അവർക്കും ഉണ്ടായിരുന്നു, നമ്മളൊക്കെ അത് ലൈറ്റ് പോയിട്ടില്ലേ, ഓവർകം ചെയ്തു, അതുകൊണ്ട് അതൊന്നും ഇല്ല. വെറുതെ ഡോക്ടറെ അടുത്ത് പോയാലേ ഡോക്ടർ പറയും അത് ടെസ്റ്റ് ചെയ്യണം, ഈ ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറയും. അതാണ് ഇപ്പോഴത്തെ ലൈക്ക് ജനറൽ കൺസെപ്റ്റ്. പക്ഷെ വാട്ട് ഐ സേ ഈസ് അറ്റ്ലീസ്റ്റ് കം ആൻഡ് സീ, നോക്കുക വെദർ ബേസിക് ടെസ്റ്റ് യു ഡു ആൻഡ് സീ, അനലൈസ് ആൻഡ് സീ വെദർ ഇറ്റ് ഇസ് നോർമൽ ഓർ അബ്നോർമൽ. ട്രീറ്റ്മെന്റ് ഡയഗ്നോസിസ് കഴിഞ്ഞു, ഏറെക്കുറെ ഇതിന്റെ കോസസ് ഒക്കെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു, പ്രേക്ഷകർക്ക് വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ ബട്ട് എനി പെർട്ടിക്കുലർ ട്രീറ്റ്മെന്റ് ഫോർ ദിസ് വൺ? യെസ്, ഇപ്പം നമ്മൾ സിമ്പിൾ ബ്ലീഡിംഗ് ഒക്കെ ആണെങ്കിൽ വി ഗിവ് ടാബ്ലറ്റ്സ് ജസ്റ്റ് ബ്ലീഡിംഗ് കുറയാൻ, അല്ലെങ്കിൽ ഹോർമോൺ, ദാറ്റ് ഇസ് എ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ്. ഹോർമോൺ ടാബ്ലറ്റ്സ് നമ്മളിങ്ങനെ കൊടുക്കും ആൻഡ് ടു സീ ഒരു 3 മാസം 6 മാസം ഒക്കെ നമ്മൾ ഹോർമോൺ ടാബ്ലറ്റ്സ് കൊടുത്തിട്ട് നോക്കും. നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് ദർ ഇസ് സംതിങ് കോൾഡ് എസ് ലൂപ്പ് ഉള്ളിലിടും, ദാറ്റ് ഇസ് ലോഡഡ് വിത്ത് ഹോർമോണൽ ലൂപ്പ്, നോട്ട് നോർമൽ, വേറെ ഇതല്ല, ഹോർമോൺ ലൂപ്പ്. അതിൽ ബ്ലീഡിങ് ക്യാൻ റെഡ്യൂസ് ടു എ സർട്ടൺ എക്സ്റ്റെന്റ്. അത് നമ്മൾ പേഷ്യൻ്റ് ഓപ്ഷൻ കൊടുക്കും. ബട്ട് ഇഫ് ദ ഫൈബ്രോയിഡ് വലുതാണെങ്കിൽ, അത് ഞാൻ പറഞ്ഞില്ല, പോളിപ്പ് അങ്ങനത്തെ പ്രശ്നം, ഈവൻ ബ്ലഡ് കയറ്റണം, ലൈക്ക് 6 gram ഇൻ സ്പൈറ്റ് ഓഫ് ഇറ്റ് ഷീസ് ബ്ലീഡിങ്, അങ്ങനെയുള്ള പേഷ്യൻറ്റിന് വി ഡെഫിനറ്റ്ലി ടെൽ ദം ടു ഗോ ഫോർ ഓപ്പറേഷൻ, സർജിക്കൽ പ്രൊസീജിയർ. അതാണ് ലാസ്റ്റ് ultimate option. But we try for hormone tablets, medical management first. ഈ മെഡിക്കൽ മാനേജ്മെന്റ് ഇതൊരു ലോങ് ഡ്യൂറേഷൻ കോഴ്സിൽ പോകേണ്ടതാണ്. അങ്ങനെ അല്ലാതെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ. ഇപ്പം മാഡത്തിന് സാധാരണ മാഡത്തിൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇപ്പം ഒരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മെനോപോസിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ലേഡീസിൻ്റെ കേസ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് മെഡിസിൻ കഴിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വരുമോ? അതെ, ഫസ്റ്റ് വി ട്രൈ വിത്ത് ബേസിക്, ജസ്റ്റ് എന്താ വെച്ചാൽ ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ട്, ലൈക്ക് സിമ്പിൾ ബേസിക് ക്ലോട്ടിങ് ഇത് നിൽക്കാൻ വേണ്ടിയിട്ട്. മേ ബി വിൽ ട്രൈ ഫോർ 1 cycle, 1 month ഓർ മാക്സിമം 2 months. അതിലും കുറഞ്ഞില്ലെങ്കിൽ ദെൻ വി ഗോ ഫോർ ഹോർമോൺ ടാബ്ലറ്റ്സ്. ഹോർമോൺ ടാബ്ലറ്റ്സ് യൂഷ്വലി നമ്മൾ മിനിമം 3 months എന്തായാലും കൊടുക്കാണ്ടത് വി കനോട്ട് ഗിവ് ദ റിസൾട്ട്സ്. 3 to 6 months വി വിൽ ഗിവ്. ഓക്കെ, ഇൻ ദാറ്റ് ഓൾസോ ദ പേഷ്യൻറ്റിൻ്റെ ബ്ലീഡിങ് കുറയുന്നില്ല ഓർ ഹെർ ഹിമോഗ്ലോബിൻ ഇസ് ഫാളിങ് ഡൗൺ, അവർക്ക് തീരെ ദേ നോട്ട് ഫൈൻഡിങ് എനി റിലീഫ്. ഓക്കെ, ദെൻ വി വിൽ ഗോ ഫോർ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് ബൈ വൈസ് ആണ് നമ്മൾ പോകുന്നത്. ഡയറക്ട്ലി ഇപ്പോൾ now 45-year-old കമ്മിങ് വിത്ത് ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് റെക്കമെൻഡഡ് ടു ഗോ ഫോർ സച്ച്, ബിക്കോസ് 45 years നമ്മൾ അൺലെസ് ഇറ്റ് ഇസ് റിയലി റെക്കമെൻഡഡ്, ലൈക്ക് ഫൈബ്രോയിഡ് വെൽതാണ് ഇതാണ്, വി ഫീൽ ഷീ ഈസ് ഗോയിങ് ഇൻ ടു ഫോർ ക്യാൻസർ. ഈ യങ് ജനറേഷനൊക്കെ ഈ പറയുന്ന ഈ അബ്നോർമൽ ബ്ലീഡിങ്ങുമായിട്ട് വരുന്ന സമയത്ത് ഇതൊരു എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും കൂടി ഇതിനെ ബാധിക്കുന്നുണ്ട് എന്ന് അവരെ കൺവിൻസ് ചെയ്യുന്ന സമയത്ത് അവർ പിന്നെ ഇത് ഫോളോ ചെയ്യുമോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യങ്സ്റ്റേഴ്സ് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു കൺവിൻസ്. നമ്മൾ എപ്പോഴും പറയും ഇറ്റ് ഇസ് mobile means why it is not direct effect of mobile on hormones. Mobile, it causes a lot of effect on hormones because sleep will be disturbed. That blue light affects your sleep. Yes. Okay. When sleep is not proper, nalla sleep, that affects your hormones. So when hormones are affected, all these problems start. Okay. Diet, which is very very important. നമ്മൾ എപ്പോഴും നമ്മൾ ഏത് കോളേജിൽ പോയാലും ഫസ്റ്റ് തിങ് സ്റ്റുഡൻസ് ഗോ ഇസ് ഡ്രിങ്ക്, ഹാവ് 1 packet of chips, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ കഴിക്കുന്നത്, ഈവൻ ബ്രേക്കിൽ, ഓൾ ദാറ്റ്. സോ ഇഫ് യു ടെൽ ദം ദാറ്റ് അബൌട്ട് ഹെൽത്തി ഡയറ്റ് ഇല്ല, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. ഓക്കെ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ലൈക്ക് എല്ലാവരും ഇപ്പോൾ ഒരു ഐദർ ഫ്ലാറ്റിലാണ്, അറ്റ്ലീസ്റ്റ് ഇവിടെ മാംഗ്ലൂരിൽ, ഇവിടെ മോസ്റ്റ് ഓഫ് ദം ആർ ഇൻ ഫ്ലാറ്റ്. അപ്പം ഇവരെ പോലെ കളിക്കാൻ പുറത്ത് പോവുക, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ, സൈക്ലിംഗ്, നോ ടൈം, ദേ ഡോണ്ട് ഹാവ് ടൈം, ബട്ട് ദേ ഓൺലി ഹാവ് ടൈം ഫോർ ഐപാഡ്, സീയിങ് ദ TV, വാച്ചിങ് മൂവീസ്, അല്ലെങ്കിൽ കാർട്ടൂൺ നോക്കുക, ഹോംവർക്ക്, ആൻഡ് ദേ ആർ ഡൺ. സോ ദാറ്റ് ഡയറ്റ് എക്സസൈസ് ഒന്ന് ഇന്റർഫിയർ ചെയ്യാമോ? ഇപ്പം ഞാൻ പറഞ്ഞല്ലേ, ഇപ്പം ബ്രേക്ക് ടൈമിൽ ചിപ്സ് ആണ് കഴിക്കുന്നത്. വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് യു ആർ, എന്ത് ഓപ്ഷൻ അവർക്ക് കൊടുക്കേണ്ടത്? നമ്മളെല്ലാവരും പറയുന്നത് ഹോം കുക്ക്ഡ് ഫുഡ്, ഡോണ്ട് ഡു എനിത്തിങ് ഫാൻസി. അത് പോയിട്ട് പുട്ട് ദാറ്റ് സീഡ്, ഇത് ഇപ്പോൾ നമ്മളെപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ട്, ഡയറ്റ് ദിസ്, ബ്രോക്കലി ദാറ്റ്, ദിസ്,
എവറിത്തിങ് ഇസ് ദെയർ. അതന്നെ കഴിക്കണം എന്നൊന്നുമില്ല. ഓക്കെ, നോർമൽ നമ്മൾ ചോറ്, പച്ചക്കറി, മീൻ, ചിക്കൻ, വാട്ട് എവർ യു ആർ ഈറ്റിംഗ്, ബട്ട് ഇൻ എ ഹെൽത്തി വേ യു കുക്ക്, നോട്ട് ഫ്രൈഡ്. കാരണം ഒരുപാട് പ്രേക്ഷകർ ഇത് നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പറയുന്ന ഒരു വിഷയമാണ്. ഈ നമുക്കിപ്പോൾ ലഞ്ച് ടൈം ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ, ഹോംലി മെയ്ഡ് ഫുഡ്, പക്ഷേ ഈ ബ്രേക്ക് ടൈം എന്നുള്ളത് ദെയർ അറൈസ് ദ പ്രോബ്ലം. കാരണം ഈ ബ്രേക്ക് ടൈമിലാണ് നേരത്തെ പറഞ്ഞ ഈ ഫാൻസി ഫുഡിന്റെ ആ ഗ്യാപ്പിൽ വരുന്നത്. അവിടെ എന്ത് യൂസ് ചെയ്യണം എന്നാണ്? ഇപ്പം മോസ്റ്റ് ഓഫ് ദ സ്കൂൾസ് ഇൻ മാംഗ്ലൂരിൽ ദേ ആർ വെരി പർട്ടിക്കുലർ ദാറ്റ് യു ഷുഡ് നോട്ട് ബ്രിങ് ജങ്ക് ഫുഡ് സ്റ്റാർട്ടിങ് ഫ്രം KG. ഐ വാസ് സ്കൂൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് പറയും. ആൻഡ് ചെറിയ ക്ലാസ്സിന് അവർ നോക്കും. ആൻഡ് ദേ വാട്ട് ദേ ഗെറ്റ് ആൻഡ് ദേ വിൽ കോൺസ്റ്റന്റ്ലി സീ ഇഫ് യു ആർ റിപ്പീറ്റിംഗ് വെരി ഫ്രീക്വന്റ്ലി ജങ്ക് ഫുഡ് ലൈക്ക് ചിപ്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്, ദേ വിൽ സെൻഡ് എ നോട്ട് ടു ദ പേരന്റ്, ഇങ്ങനെ യുവർ ചൈൽഡ് ഇസ് ഗെറ്റിംഗ് ജങ്ക് ഫുഡ്, പ്ലീസ് അവോയ്ഡ്, ബിക്കോസ് ദാറ്റ് ഈസ് ഇൻ ടേൺ ഡിസ്റ്റർബിംഗ് അതർ ചിൽഡ്രൻ, ബിക്കോസ് ദേ വിൽ, അവർ പറയും അവർ ചിപ്സ് കഴിക്കുന്നുണ്ട് എനിക്ക് എന്താ തരാത്തേന്ന്. Okay, so that is one thing. So everybody says you give healthy food, fruits, nuts, different types of nuts, or you give cuts vegetables as slices, എന്ത് വേണമെങ്കിലും, that's only for snack. So that is the way to teach the children. എന്താണ് ഓപ്ഷൻ ചിലപ്പോൾ പ്രേക്ഷകർക്ക് അല്ല, once in a while maybe വീട് ഫ്രൂട്ട് ഇല്ല ഇന്നില്ല, okay, that is understood, but not regular ആയിട്ട് don't teach children to eat, that is your snack. ഇതാണ് ഇതിനൊരു കോർ ഇഷ്യൂ എന്ന് പറയുന്നത്. കാരണം ജനറേഷൻ, യങ് ജനറേഷനിൽ സ്വാഭാവികമായിട്ടും പിന്നീട് വരുന്ന കോംപ്ലിക്കേഷൻ നമ്മൾ യങ്ങർ ജനറേഷനിലെ ആ ഹെൽത്ത് ആണ് ദാറ്റ് വിൽ ഗോ ഫോർ ലേറ്റർ, ഫോർ വെൻ ദേ ആർ പ്ലാനിങ് ഫോർ പ്രഗ്നൻസി. ബിക്കോസ് വെൻ വി സീ ലോട്ട് ഓഫ് ദി യങ്സ്റ്റേഴ്സ് ആർ ഹാവിംഗ് ഹോർമോണൽ ഇഷ്യൂസ്, ദേ ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് പ്രഗ്നന്റ്. അതുകൊണ്ടാണ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റീസൺസ് വൈ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്നതിലേക്ക് അതിലേക്ക് മൂവ് ചെയ്യേണ്ട ഒരു റീസൺ വരുന്നത് അതുകൊണ്ടാണ്. മൊബൈൽ യൂസേജ്, that causes, that's radiation. Okay. So that will damage for male sperm counts. So all those, not only males, even males also. See, നമ്മൾ ഇപ്പം ഒരു young girl 19 to 20 year നമുക്ക് കോളേജ്, we tell everybody not to use mobile phones ഇങ്ങനെ. But at 19-20 year boys, they will think what the sperm count എനിക്കെന്താ ഇപ്പം. But the problem arises when he is 27-28 years old. There's a chance of, sure, there is a chance. Yes, there is chances. Okay, see, so actually environmental factors നമ്മൾ ഈ പറയുന്ന abnormal bleedingന്റെ ഒരു prominent factor ആണ് നമുക്ക്. Very important. മെഡിസിനിലേക്കൊക്കെ പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ആദ്യം കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഡയറ്റ്, എക്സസൈസ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ഈവൻ ചെറിയ കുട്ടികളാണെങ്കിലും സം ഫോം ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് പറഞ്ഞു തരേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് മീൻസ് ഈവൻ നമ്മളിപ്പോൾ ചെറിയ കുട്ടികൾ at what age they should be go to physical exercise? That one. Physical exercise means I'm not, for small children we don't recommend them to go to the gym and all that. അവർ ഓടി കളിച്ചാൽ ഹൈഡ് ആൻഡ് സീക്ക്, നമ്മുടെ കളിച്ച പോലെ ഹൈഡ് ആൻഡ് സീക്ക്, സൈക്ലിംഗ്, അതൊക്കെ തന്നെയാണ് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി. They need that. They definitely need physical activity. അത് പിന്നീട് നമുക്ക് ഹെൽത്തി സ്റ്റേജിലേക്ക് ലൈഫ് സ്റ്റൈലിലേക്ക് പോകാനൊരു പോസിബിലിറ്റി ഉണ്ടാവാൻ സാധിക്കും. പക്ഷേ ഇത് ഈ പറയുന്ന രീതിയിലൊക്കെ നമ്മൾ സ്കൂളുകളും കോളേജുകളിലോ അല്ലെങ്കിൽ സൊസൈറ്റിയിലൊക്കെ ഈ തരത്തിലുള്ള മെസ്സേജ് കൊടുക്കാനുള്ളൊരു സംവിധാനം ഈ ഗൈനക് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ സ്കൂൾ കേന്ദ്രീകരിച്ച് നമുക്ക് some of the school scholars to give a talk on health, menstrual problems. യൂണിറ്റി ഹോസ്പിറ്റൽ തന്നെ മുൻകൈ എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നു, അല്ല ഗൈനക് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ച് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടോ? ജനറലായിട്ട് അല്ല, നമ്മൾ ഗൈനക് ഗ്രൂപ്പ് നമ്മുടെ സൊസൈറ്റി ഉണ്ട്. അപ്പോൾ അവരാണ് നമുക്ക്, വി ഹാവ് ദിസ് ഓർഗനൈസേഷൻ വേർ വി ഗോ ടു സ്കൂൾസ്. അപ്പോൾ മെൻസ്ട്രൽ ഹൈജീൻ, മെൻസ്ട്രൽ പ്രോബ്ലംസ്, ഹെൽത്തി ഈറ്റിംഗ്, വാട്ട് ഈസ് അയൺ റിച്ച്, അതൊക്കെ നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ഇനി യൂണിറ്റി ഇപ്പോൾ ഗൈനക് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിന് ഈ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഈ പറയുന്ന എൻവയോൺമെന്റ്, ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ഇവിടെ ഉണ്ടോ? 100%. നമ്മളെ എല്ലാവർക്കും വി ഡെഫിനറ്റ്ലി ഗിവ്, എന്താ പറയുക, ഇഫ് ഇറ്റ് ഇസ് എൻവയൺമെന്റൽ, ഫസ്റ്റ് ഇസ് ബേസിക്, ഓൾ ദ എമ്യൂണിറ്റീസ് ആർ ദെയർ. നമ്മൾ എല്ലാ ടെസ്റ്റും എവറിത്തിങ് ഇസ് ദെയർ അണ്ടർ ദ വൺ റൂഫ് ഓൺലി. എല്ലാം ഉണ്ട് നമുക്ക്, ഓൾ കൈൻഡ് ഓഫ് ബ്ലഡ് ടെസ്റ്റ് ഇസ് ദെയർ ആൻഡ് വി ഡു ഓൾ സ്കാനിങ്. ഓക്കെ, ദെൻ വി സീ വാട്ട് ഇസ് ദ റീസൺ, എന്താണ് കാരണം എന്ന് പറഞ്ഞു. ഇൻ കേസ് ഇറ്റ് ഇസ് എൻവയൺമെന്റ് ഫാക്ടർ, ഡെഫിനറ്റ്ലി വി ഗിവ് അഡ്വൈസ് ഓൺ ഡെഫിനറ്റ് ഡയറ്റ്, ഹൗ ടു ഗോ അബൌട്ട്, വാട്ട് ഇസ് ടു ബി ഡൺ, എല്ലാം നമ്മൾ പറഞ്ഞു തരും. ഈവൻ ഫോർ ദ ബേസിക് ടെസ്റ്റ് ലൈക്ക് നമ്മൾ നെക്സ്റ്റ് DNC അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ വി ഹാവ് ടു ഫെസിലിറ്റി. Even advanced surgery like open surgery or the laparoscopy surgery, അതായത് നമ്മൾ കറന്റ് ഓപ്പറേഷൻ ആണ് പറഞ്ഞത്, അപ്പോൾ അതിന്റെ ഫെസിലിറ്റീസ് ഓൾസോ വി ഹാവ് ഹിയർ ഇൻ അവർ ഹോസ്പിറ്റൽ. ഓൾമോസ്റ്റ് ഓൾ ദ ഫെസിലിറ്റീസ് ആർ വി ഹാവ് എവറിത്തിങ്. അതെ, നമുക്ക് ഗൈനക്കോളജിക്ക് വേണ്ടത് മോഡേൺ എവറിത്തിങ് വി ഹാവ്.
മാം ഇപ്പം ഒരു പേഷ്യൻ്റ് വന്ന് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഫോളോ അപ്പ് ഉണ്ടല്ലോ അതത് പിന്നീട് വരുന്ന വീണ്ടും ഇവർക്ക് ഈ പറയുന്ന ഒരു അബ്നോർമൽ കേസിലേക്ക് പോകുന്നവരെ വെയിറ്റ് ചെയ്യുമോ അല്ല അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തേക്ക് ഈ ജനറേഷൻ? അതാണ് ഫോളോ അപ്പ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അതായത് ഈ ചെറിയ യങ്ങർ ജനറേഷൻ യൂഷ്വലി ഡോണ്ട് കം ഫോർ ഫോളോ അപ്പ്. അവർ കേട്ട് ഇഫ് ദേ ആർ ഓക്കെ ദേ വിൽ ഗോ അബൌട്ട് അൺലെസ് ഇറ്റ് ഇസ് സിവിയർ ലൈക്ക് സിവിയർ ബ്ലീഡിങ് അങ്ങനെ അവർക്ക് നിൽക്കാനാവുന്നില്ലെങ്കിൽ അതർവൈസ് ജസ്റ്റ് ലിസൺ ആൻഡ് ഗോ. ഫോളോ അപ്പ് ചെയ്യുന്നത് ഐ തിങ്ക് ഫോർ വിമൻ ആഫ്റ്റർ ദാറ്റ് 40 ദേ ഹാവ് ദാറ്റ് ഫിയർ ക്യാൻസർ വരുന്നുണ്ടോ, that is the problem. Only fear. Half the time in our life we come to doctor is only നമുക്ക് പേടി ഫിയർ കൊണ്ട് മാത്രമാണ്. ഇതുകൊണ്ട് ഡോക്ടറുടെ അഡ്വൈസോ അല്ലെങ്കിൽ ഹെൽത്തി ഒരു നല്ലൊരു ഹെൽത്തി സ്റ്റേജ് കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല, മറിച്ച് ഫിയർ ഹാഫ് ദ ടൈം ഇസ് ഫിയർ. ഓക്കെ അതുകൊണ്ടാണ് വരുന്നത്. ഓക്കെ മാം, നമ്മളിപ്പം അബ്നോർമൽ ബ്ലീഡിങ് ലേഡീസ് സാധാരണ ഉണ്ടാകുന്ന ഈ അബ്നോർമൽ ബ്ലീഡിങ്ങിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. കാസർഗോഡിൻ്റെ പ്രേക്ഷകർക്ക് അബ്നോർമൽ ബ്ലീഡിങ് എന്താണെന്നും അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കാരണങ്ങൾ, അതിൻ്റെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതെങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഇതൊക്കെ വളരെ വിശദമായിട്ടാണ് മാംഗ്ലൂർ യൂണിറ്റി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഷാരോൺ കാസർഗോഡിൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞത്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ.